അലസതയും പണത്തോടുള്ള ആർത്തിയും കൊലപാതകവും സ്ത്രീപീഡനവും വ്യാപകമായി കാണപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവ കാരണം ഒരുവന് പലരും ദിവസഗതിയിൽ നഷ്ടപ്പെടുന്നു. ഈ വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്കിറ്റ് സുവിശേഷത്തിലെ ഉപമയുമായി സാദൃശ്യമുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണ്. ഇതിലെ കഥാപാത്രങ്ങളിൽ ചിലർ ആധുനിക മനുഷ്യന്റെ മൂടുപടത്തിന് നേരെ വിരൽ ചൂണ്ടുന്നുവെങ്കിൽ അത് കാലഘട്ടത്തിന്റെ ആവശ്യകതയായി കരുതണം. ന്യൂനതകൾ ഉണ്ടാകാം, അത് ഞങ്ങളുടെ ബലഹീനതയായി കരുതുമെന്ന വിശ്വാസത്തോടെ അവതരിപ്പിക്കുന്നു ഒലിവിലെ ചില്ലകൾ. ഏത് സോപ്പിട്ടാണ് നീ അലക്കുന്നത്? പിന്നെ എങ്ങനെ തുണി വെളുക്കുമഴി? തുണി വെളുക്കുന്നില്ലെങ്കിലും നീ വെളുക്കുന്നുണ്ട് കേട്ടാ. ഏത് സോപ്പാണ് നീ ഉപയോഗിക്കുന്നത്? നല്ല മണമുണ്ടല്ലോ സോപ്പിന്. പ്രോസ്റ്റിറ്റ്യൂട്ടീവ് അല്ലേ, എക്സിക്യൂട്ടീവ് ആണ്. സോറി, പിന്നീടൊരിക്കലേ ഞാൻ പള്ളിയിൽ ചെന്നപ്പോ വികാരി ലൂക്കോസിന് എന്നെ ഒന്ന് പുകഴ്ത്തി കേട്ടാ. എന്റെ കണ്ട മഗ്ദലന മറിയത്തെ പോലെ ഉണ്ടെന്ന്. ആരാ കേട്ടാ ഈ മഗ്ദലന മറിയം? കർത്താവിന്റെ അമ്മയായിരിക്കും. എന്നാലൊരു കാര്യം ചെയ്യാം, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അയ്യോ, അച്ഛൻ പാസ്റ്ററെ, അച്ഛൻ പാസ്റ്ററേക്ക് അനന്തർ പള്ളി. നോ പ്രോബ്ലം. അനന്തർ അച്ഛൻ സത്യനച്ഛൻ റീചാർജിങ് ചൂട് കേട്ടാ. ദാണ്ടടി നോക്ക്, മുതലാളി വരുന്നുണ്ട്. എല്ലാവരും വല്ല പണിയും ചെയ്യുകട്ടാ, അല്ലെങ്കിൽ വല്ല 8ന്റെ പണിയും കിട്ടും. ഒരു മുതലാളി എങ്ങനെയാണ് മുതലാളി ആയെന്ന് എല്ലാവർക്കും അറിയാം. അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മുതലാളി. ക്ലാവർ എന്ന് പറയാതെ കരിമീനെന്ന് പറയണ. എല്ലാവരും പണിയൊക്കെ നിർത്തിക്കും. ഞാനൊരു പ്രധാന കാര്യം പറയാനാണ് വന്നത്. നിങ്ങൾ മാസങ്ങളെ ആയിട്ടുള്ളൂ ഇവിടെ ജോലിക്ക് വന്നിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ കഴിവും വിശ്വാസവും എത്രത്തോളം ഉണ്ടെന്ന് എനിക്കൊന്നറിയാം. ഞാൻ നിങ്ങളിൽ 3 പേർക്ക് കുറെ തുക നൽകുവാൻ പോവുകയാണ്. നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യണം. ഞാൻ വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ഏൽപ്പിച്ച തുകയും നിങ്ങൾ ഉണ്ടാക്കിയ ലാഭവും സഹിതം തിരികെ എന്നെ ഏൽപ്പിക്കണം. മുതലാളി ഒരു ഓപ്പറേഷന് വേണ്ടിയാണ് വിദേശത്ത് പോണത്. ഓപ്പറേഷൻ ദുബായിയാണ് കേട്ടാ. ഇവിടെ എന്തോ ഓപ്പറേഷൻ, അവിടാണ് മുതലാളി ഓപ്പറേഷൻ. എടി പറയുന്നത് ശ്രദ്ധിക്ക്. ആനക്കാർക്കിടയിലാണ് നിന്റെ ഒരു ദുബായ്. ഞാൻ പോകുന്നത് വത്തിക്കാനിലേക്കാണ്. വത്തിക്കാനിലെ ബാങ്കുമായി വളരെ കാലം എനിക്ക് ബന്ധമുണ്ടായിരുന്നു. പരിശുദ്ധ മാർപ്പാപ്പയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഞാൻ പോകുന്നത്. മുതലാളി പോയി, ഇനി നമ്മുടെ ലോകമാണ്. നമുക്ക് അടിച്ചു പൊളിക്കാം. Hoy
എടാ 100 രൂപ, നീ എന്തിനാണ് കരുതുന്നത്? നമ്മളൊക്കെ മനുഷ്യർക്ക് സന്തോഷവും അഭിവൃദ്ധിയും കൊടുക്കേണ്ടതല്ലേ? പ്രിയ ചങ്ങാതി, ഞാനൊരു കെണിയിൽ അകപ്പെട്ടു. മുതലാളി എന്നെ അലസനായ ഒരു പ്രത്യേക കൈകളിലാണ് കൊടുത്തത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ മടിശീലയിൽ തന്നെയാണ്. നിങ്ങൾക്ക് പണം സമ്പാദിച്ച് ആനന്ദിക്കാൻ അലസനായ പ്രത്യേക കാരണം എനിക്കതിന് കഴിയില്ല. 1 രൂപ ആയിരുന്നെങ്കിൽ എല്ലാവരും എന്നെ ഞായറാഴ്ച പള്ളിയിലെങ്കിലും കൊണ്ടുപോകുമായിരുന്നു. അതും നടക്കത്തില്ല. നീ വിഷമിക്കാതിരിക്കും. നമ്മെ മനുഷ്യന് നൽകിയ ദൈവം ഇത് കാണുന്നു. അവിടുന്ന് നിന്റെ ദുഃഖം മനസ്സിലാക്കും, അതിന് പരിഹാരം കാണുകയും ചെയ്യും. ഇന്ന് ഞാനൊരു ചെറിയ തുകയാണ് കാര്യസാധ്യത്തിന് അത്ര പെട്ടെന്ന് ഉപകരിക്കാത്തത്. അതുകൊണ്ടാവാം അയാൾക്ക് എന്നെ വേണ്ടാത്തത്. അല്ല ചങ്ങാതിയല്ല, അവൻ മടിയനാണ്. അത് നിന്റെ കുറ്റമല്ല. നീ വിഷമിക്കാതിരിക്കും. ദൈവത്തിന്റെ നല്ല ഗ്രഹത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ഇതിലും ഭേദം ഞാൻ യൂദാസിന്റെ കൈകളിൽ എത്തപ്പെടേണ്ടിയിരുന്നു. ദോഷസം പറയാതിരിക്കും. മഹാനായ ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ആ ദുഷ്ടന്റെ കൈകളേക്കാൾ നല്ലത് ഈ മടിയന്റെ മടിശീല തന്നെയാണ്. നമ്മെപ്പോലെ 30 വരെ ഉപയോഗിച്ചു ആ ദുഷ്ടൻ. ആ 30 നാണയങ്ങളിൽ ഒരുവൻ നീ ആകാൻ ആഗ്രഹിക്കുന്നു. ആ കഷ്ടം, ആ ഗുരുനിഷേധിയുടെ അന്ത്യവും നിനക്കറിയാമല്ലോ. എന്നിട്ടും നീ ഇത് ആഗ്രഹിക്കുന്നു. ചങ്ങാതികളെ, ക്ഷമിക്കൂ. എന്റെ ദുഃഖം കൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. പണമല്ല കുറ്റക്കാർ, പണം പലവിധം ഉപയോഗിക്കും മനുഷ്യനാണ് കുറ്റക്കാർ. പണമല്ല കുറ്റക്കാർ, പണം പലവിധം ഉപയോഗിക്കും മനുഷ്യനാണ് കുറ്റക്കാർ. നമ്മെ ഉപയോഗിച്ച് ദുഷ്ടന്മാരായ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന വിക്രയികൾ നമുക്ക് ഇവിടെ മാറി നിന്ന് കാണാം. വരൂ ചങ്ങാതിമാർ. സാറേ, നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. എൻ്റെ മകള് ഒരു അഡ്മിഷന് വേണ്ടിയാണ് വന്നത്. പഠിക്കാൻ നല്ല പഠിക്കുക, എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ട്. അഡ്മിഷന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബിൽഡിംഗ് ഫണ്ടിലേക്ക് നല്ലൊരു സംഭാവന പ്രതീക്ഷിക്കുന്നു. അയ്യോ സാറേ, ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലില്ല. സോറി. സാറേ, ഇതെന്റെ മോന. ഇവരൊരു അഡ്മിഷൻ വേണം. ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം, അവനെ ഡോക്ടറാക്കണം. മാർക്കൊക്കെ തീരെ കുറവാണ്. പണം എത്ര വേണമെങ്കിലും തരാം. ഓ, താങ്ക് യു. മാർക്കല്ല ഇവിടെ ആവശ്യപ്പെടും, പണം തന്നെയാണ് ആവശ്യം. सच होंगे सपने वो
അവനെ ഞങ്ങൾ കൊന്നു. മറിയാമേ, എടി മറിയാമേ, മുതലാളി ഉടനെ എത്തും. ഓ, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞാ എന്നെ മറിയാമേ മറിയാമേ വിളിക്കരുതെന്ന്. നിന്നെ ഈ വയസ്സുകാലത്ത് എങ്ങനെ വിളിക്കണമടി? ചാളെ ചാളെന്ന അതന്ന് കടൽ തീരത്തോരിട്ടല്ലേ. ഇന്ന് നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് പേര് മോഡിഫൈ ചെയ്ത് നേരിയാന്ന് വിളിച്ചൂടെ? നിന്റെ അപ്പൻ ഇപ്പോഴും ആ ചാള കൊടുത്തക്കാരൻ തന്നെ അല്ലോടി. ഇപ്പോഴല്ല, പണ്ടായിരുന്നു. എന്തേ? ഓ, ഒന്നുമില്ല. മേരിയാനെന്ന പേര് നിനക്ക് നന്നായി ചേരും. ചേരുവോന്നേ? സത്യം ചേരുവോന്നേ? ചേരും ചേരും. ആരുടെയും മാത്തിക്കറിയും പോലെ. ഓ, അതെങ്ങനെ? നിങ്ങൾ കൊണ്ടുപോരാൻ മീൻകൃപ്പക്കാരായിരുന്നല്ലോ. അതിന്റെ ഒരു സങ്കടം എന്തായാലും കാണിക്കില്ല. എടി പറയും നാട്ടുകാരൻ. ആ, പിന്നെ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. മുതലാളി വരുന്നതിന് മുമ്പ് എന്നെ ആ ജെന്നിയുടെ ബ്യൂട്ടി ഡ്രോപ്പ് ചെയ്തിരുന്നു. ഇന്ന് അവിടെയാണോ മീൻ കച്ചവടം? എടി വല്ലവരും കണ്ടാ നാണക്കേടാ. ചാളമേരി എപ്പോഴും ജെനിയുടെ ബ്യൂട്ടി പാർലറിലാണെന്ന് പറയും. ഓ, ഒരു തമാശക്കാരൻ. അതെ, 10 മിനിറ്റ് ലേറ്റ് ആയാൽ മതി. വേറെ ആരില്ല, കസരേക്ക് ഇരിക്കട്ടാ. ഇടി പെട്ടെന്ന് പണക്കാരായ നമ്മ ബ്യൂട്ടി പാർലറിൽ കയറി നടക്കുന്നത് നാണക്കേടല്ലേ? ആ, എന്തായാലും ചേട്ടൻ പറഞ്ഞ നേരാണ്. ഇന്നത് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോണില്ല. ക്രൈസ്തലോട് ഇത്ര പെട്ടെന്ന് നിനക്ക് നല്ല ബുദ്ധി തോന്നിയില്ല. അതല്ലെന്ന് ജെന്നിയെ നമ്മോട് മുന്നോട്ട് വരുത്താന്നേ. അപ്പം പിന്നെ എന്നെ ആരും കാണത്തുമില്ല. ഹലോ, മേരിയെ കൊച്ചുമ്മ സ്പീക്കിംഗ്. ഞാൻ മേരി വിളിച്ചിട്ടുണ്ട്. ഒരുത്തൻ വിളിക്കുന്നത് ചാളമേരിന്ന്. ആരാണ് മേരിയ? ആയല്ലേ സുഖം. എന്റെ പണം മുഴുവൻ സോളാംശത്തിൽ നിക്ഷേപിച്ചിരിക്കില്ലേ? എന്റെ പണം മൊത്തം എന്റെ കൈവശമുണ്ട്. പക്ഷെ 1 രൂപ പോലും ഞാൻ മുതലാളിക്ക് കൊടുക്കത്തില്ല. മുതലാളിയുടെ മുഴുവൻ സ്വത്തും ഞാൻ വിലയ്ക്ക് വാങ്ങും. ഇവന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? മുതലാളി വരുമ്പോ നീ എങ്ങനെ കണക്ക് ബോധിപ്പിക്കും? എനിക്കെന്നും വിലാപം തന്നെ. നമ്മുടെ മുതലാളി വരണ്ടാ. അയ്യോ, മുതലാളി എന്താ പറ്റി? മുതലാളി വരുന്ന കസേരയിലിരിക്കട്ടാ. അവിടെ ഇരിക്കാൻ ഞാൻ യോഗ്യനല്ല. ഇനി മുതൽ ഞാൻ മുതലാളിയല്ല. മാർപ്പാപ്പ വത്തിക്കാനിലെ ബാങ്ക് ക്ലീൻ ചെയ്തു. എൻ്റെ സ്ഥാനവും എല്ലാം പോയി. അവിഹിതമായി ഉണ്ടാക്കുന്ന സമ്പത്ത് ആപത്താണ്.
സമ്പത്ത് ഇല്ലാത്തവന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് യജമാന്റെ വരവനായി ഒരുങ്ങാൻ പശുവിന്റെ പിതാവ് പറഞ്ഞു. ഞാൻ എല്ലാം അറിവ് ചെയ്യുന്ന, നീ വിഷമിക്കില്ല. അവിഹിതമായ സമ്പത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് ഉള്ള സമ്പത്ത് സൂക്ഷിക്കുകയും നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്താൽ മതി. അയ്യോ അയ്യോ, എന്റെ മലപ്പുഴ സോളാർ തട്ടിപ്പിൽ പോയേ. സമ്പത്തുള്ളവർ ദിവ്യരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! ധനികൻ ദിവ്യരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിപ്പുഴയിലൂടെ കടന്നു പോകുന്നതാണ്. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുകയും. ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നും അകന്ന പിശാചിനും അവന്റെ ദൂതന്മാർക്കും സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. സ്ലീബാകാലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് യജമാനന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം.